ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിളാവേഴ്സിലേക്ക് സ്വാഗതം. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5ാം ക്ലാസ്സിലെ 3rd ചാപ്റ്ററിലെ ഒരു കണക്കുണ്ട്. എന്തായിരുന്നു? 12 × 13 നമുക്ക് കോളം വരച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നത് ഇല്ലേ? അതെല്ലാവർക്കും കൺഫ്യൂഷൻ വരാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ആ കൺഫ്യൂഷനോടെ അതിന് തീർക്കാം. ഓക്കെ, അതിന് നമ്മൾ ഫസ്റ്റ് 12 × 13 അല്ലെങ്കിൽ 12 + 13 എഴുതിയിട്ട് ശേഷം ഒരു കള്ളി വരയ്ക്കാം. ഇങ്ങനെ കള്ളി വരയ്ക്കാം. എന്നിട്ട് 12 × 13 നമുക്ക് എന്ത് ഫസ്റ്റ് എടുക്കാം? 12 എടുക്കാം. 12ൽ 10 + 2 ഇല്ലേ? 10 + 2 ആണ് എന്ത്? 12. ഓക്കെ, അതിൽ 10 നമുക്ക് മുകളിൽ ഫസ്റ്റ് എഴുതാം, പിന്നെ 2 എഴുതാം ഇതുപോലെ. ഓക്കെ, അതിന് നെക്സ്റ്റ് നമുക്ക് ഈ 10 + 2 ചെയ്തപ്പോൾ തന്നെ 13 ചെയ്യണം അല്ലേ? 13 എങ്ങനെയാണ് ചെയ്യുക? 10 + 3 അല്ലേ? 10 + 3. അതിന് നമുക്ക് താഴ്ത്തിക്ക് എഴുതണം. ഇപ്പുറത്തെ സൈഡിൽ 10ഉം 3ഉം. ഇത്തിരി മനസ്സിലായല്ലോ? ഇനി നമുക്കിതൊക്കെ ഇൻറ്റു ചെയ്യണം അല്ലേ? 10 × 10 ഇൻറ്റു ചെയ്യാൻ നല്ല എളുപ്പ വഴിയുണ്ട് അല്ലേ? 1 ഇൻറ്റു ചെയ്തിട്ട് 1 തന്നെ കിട്ടുക, അതവിടെ ഇടുക. എന്നിട്ട് ബാക്കി 2 പൂജ്യം ഇടുക. അതുപോലെ അടുത്ത സംഖ്യയും ചെയ്യാം. 10 × 2. 1 × 2 2 നമുക്കറിയാം. അതിൻ്റെ കൂടെ 10ൽ ഒരു പൂജ്യം ഇടാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 20. എത്രയാ? 20. ഇനി നേരെ താഴത്തെ കള്ളികളും ചെയ്യണം നമുക്ക് ഇതുപോലെ. 10 × 3. 3 × 1 3 അറിയാം. അതിൻ്റെ കൂടെ ആ 10ൽ ഒരു പൂജ്യം 30. പിന്നെ 3 × 2 6. ഓക്കെ, ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് പ്ലസ് ചെയ്യണം അല്ലേ? ഓക്കെ, ഇത് പ്ലസ് ചെയ്യണം. ഫസ്റ്റ് 100 × 20 എത്രയാ? 120. അതിൻ്റെ താഴെ 30 + 6 എത്രയാ? 36. ഇങ്ങനെ പ്ലസ് ചെയ്യാം. 0 + 6 6. 2 + 3 5. അതിന് തന്നെ അവസാനം 1. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 156 എന്ന ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇനിയുള്ള അതിലെ ടെക്സ്റ്റിലെ കണക്കുകൾ ഓരോന്നും ചെയ്ത് ശീലമായിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ല സിമ്പിളായിട്ടുള്ളൊരു മാത്സ് ആവും അല്ലേ? അപ്പോൾ എല്ലാവരും ചെയ്യണേ. ബൈ.